സെല്ലുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ടോട്ടൽ ഇ എം എഫ്, എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി ഇതേ സെല്ലുകളെ നമ്മൾ പാരലലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ പാരലലായി കണക്ട് ചെയ്ത ആ കോമ്പിനേഷൻ്റെ ടോട്ടൽ ഇ എം എഫ്, എത്രയായിരിക്കും ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. കോമ്പിനേഷൻ മാറി, സീരീസ് മാറി, നമ്മൾ പാരലൽ ഡിസ്കസ് ചെയ്യുന്നു, പാരലൽ കോമ്പിനേഷൻ. അതിനുവേണ്ടി രണ്ട് സെല്ലുകളെ, തുടക്കത്തിൽ നമ്മൾ രണ്ട് സെല്ലുകളെയാണ് എടുക്കുന്നത്. ആ രണ്ട് സെല്ലുകളുടെ ഇ എം എഫും ഇൻറ്റേർണൽ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. ആദ്യത്തെ സെല്ലിൻ്റെ ഇ എം എഫ് E1 ആണ്, രണ്ടാമത്തേതിൻ്റെ E2. ആദ്യത്തെ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1 ആണ്, രണ്ടാമത്തേതിൻ്റെ R2. പാരലൽ ആയതുകൊണ്ട് രണ്ട് സെല്ലുകളുടെ പോസിറ്റീവ് ഒരു കോമൺ ടെർമിനലിലേക്ക് കൊടുത്തിരിക്കുന്നു, രണ്ട് സെല്ലുകളുടെയും നെഗറ്റീവ് മറ്റൊരു കോമൺ ടെർമിനലിലേക്ക് കൊടുത്തിരിക്കുന്നു. ആദ്യത്തെ കോമൺ ടെർമിനലാണ് എ, രണ്ടാമത്തെ കോമൺ ടെർമിനലാണ് ബി. ഐ എന്ന് പറയുന്ന ഒരു കറൻറ്റ് ഈ ഒരു ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്നുണ്ട്. അത് ആ ബി എന്ന് പറയുന്ന ജംഗ്ഷനിൽ വെച്ച് രണ്ട് കറൻറ്റായി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇവിടെ I1 കിട്ടുന്നു, ഇവിടെ I2 കിട്ടുന്നു. ശ്രദ്ധിക്കുക, ഈ ഒരു ഹോൾ സർക്യൂട്ടിൽ കൂടി കടന്നു പോകുന്ന കറൻറ്റാണ് I. അത് ബി എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ രണ്ട് കറൻറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. I1 നേരെ ആദ്യത്തെ സെല്ലിൻ്റെ നെഗറ്റീവിലേക്കും I2 നേരെ രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവിലേക്കും എത്തും. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ സെല്ല് പ്രൊവൈഡ് ചെയ്യുന്ന കറൻറ്റാണ് I1 എവേ ഫ്രം പോസിറ്റീവ്. രണ്ടാമത്തെ സെല്ല് പ്രൊവൈഡ് ചെയ്യുന്ന കറൻറ്റാണ് I2 എവേ ഫ്രം പോസിറ്റീവ്. I1ഉം I2 നേരെ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്നു. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് I1 പ്ലസ് I2 കമ്പൈൻ ചെയ്ത് I എന്ന് പറയുന്ന കറൻറ്റ് ആ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വന്ന കറൻറ്റ് I1 I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അത് രണ്ടും രണ്ട് സെല്ലിൽ കൂടി കടന്നു പോയതിന് ശേഷം എ എന്ന് പറയുന്ന പോയിന്റിൽ അവ വീണ്ടും കൂട്ടി യോജിക്കുന്നു. ആ യോജിച്ച കറൻറ്റ് I തന്നെയായി തിരിച്ച് നമ്മുടെ എയിൽ നിന്ന് പുറത്തേക്കും പോകുന്നു. അങ്ങനെയെങ്കിൽ ടോട്ടൽ കറൻറ്റ് ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഇക്വേഷൻ 1 ആക്കി മാറ്റിയിരിക്കുന്നു. ആദ്യത്തെ സെല്ല് മാത്രം എടുക്കുക. E1 എന്ന് പറയുന്ന ഇ എം എഫും R1 എന്ന് പറയുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസുമുള്ള ആദ്യത്തെ സെല്ല് മാത്രം എടുക്കുക. ആ സെല്ലിന് എക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V. രണ്ടാമത്തെ സെല്ലിനും എക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും V തന്നെയാണ്. കാരണം രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത് പാരലായിട്ട്. ആദ്യത്തെ സെല്ല് എടുക്കാം. ഫോർ ദി ഫസ്റ്റ് സെൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു, നമുക്കറിയാവുന്നൊരു കോമൺ ഇക്വേഷൻ ഉണ്ട്, V ഈക്വൽ ടു E മൈനസ് IR. ഇവിടെ ആദ്യത്തെ സെല്ലിൻ്റെ ഇ എം എഫ് E1, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1, കറൻറ്റ് I1. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? V ഈക്വൽ ടു E1 മൈനസ് I1 R1. അല്ലെങ്കിൽ I1 R1നെ നെഗറ്റീവാണ്, I1 R1നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ റൈറ്റിലേക്ക് കൊണ്ടുവരും. I1 R1 ഈക്വൽ ടു E1 അവിടെ തന്നെയുണ്ട്, V റൈറ്റിലേക്ക് പോകുമ്പോൾ അത് മൈനസ് V ആയിട്ട് മാറും. I1 R1 ഈക്വൽ ടു E1 മൈനസ് V. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് I1നെ അവിടെ നിർത്തുകയും R1നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. I1 ഈക്വൽ ടു R1 റൈറ്റിലേക്ക് പോകുമ്പോൾ രണ്ട് ടേമുകളുണ്ട്, രണ്ട് ടേമുകൾക്കും കോമൺ ആയിട്ട് അവിടെ നിങ്ങൾക്ക് R1ന് കൊടുക്കാം. റൈറ്റിലേക്ക് പോകുമ്പോൾ അത് ഡിനോമിനേറ്റർ ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ I1 ഈക്വൽ ടു E1 ബൈ R1 മൈനസ് V ഡിവൈഡഡ് ബൈ R1 എന്ന് കിട്ടും. അത് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇക്വേഷൻ 1 ഓൾറെഡി ഉണ്ട്, I ഈക്വൽ ടു I1 പ്ലസ് I2. അതിൽ I1നുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. I1 ഈക്വൽ ടു E1 ബൈ R1 മൈനസ് V ഡിവൈഡഡ് ബൈ R1. അത് ഇക്വേഷൻ 2 ആണ്. ഇനി രണ്ടാമത്തെ സെല്ല് കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെൽ. അതിൻ്റെ ഇ എം എഫ് E2, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R2, അതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറൻറ്റ് I2. നേരത്തെയുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ V ഈക്വൽ ടു E മൈനസ് IR. ആ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? V ഈക്വൽ ടു E2 മൈനസ് I2 R2. നേരത്തെ ചെയ്തതുപോലെ മൈനസ് I2 R2നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു, ഇവിടെയുള്ള പോസിറ്റീവ് Vനെ റൈറ്റിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയെങ്കിൽ I2 R2 ഈക്വൽ ടു E2 മൈനസ് V കിട്ടും. R2നെ റൈറ്റിലേക്ക് കൊണ്ടുപോവുക, E2 ബൈ R2 മൈനസ് V ഡിവൈഡ് ബൈ R2. I2 ഇസ് ഈക്വൽ ടു E2 ഡിവൈഡ് ബൈ R2 മൈനസ് V ഡിവൈഡ് ബൈ R2. ഇക്വേഷൻ 3. ഇക്വേഷൻ 1ൽ I ഈക്വൽ ടു I1 പ്ലസ് I2 എന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ I1നുള്ള ഇക്വേഷൻ 2ൽ നിന്ന് കിട്ടും, I2നുള്ള ഇക്വേഷൻ 3ൽ നിന്ന് കിട്ടും. I1ഉം I2ഉം നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? ഇക്വേഷൻ 1 ബിക്കംസ് I ഈക്വൽ ടു I1ന് പകരം E1 ബൈ R1 മൈനസ് V ബൈ R1.
E1/R1 മൈനസ് V ഡിവൈഡ് ബൈ R1 പ്ലസ് I2ൻ്റെ ഇക്വേഷൻ. ഇതാണ് I2ൻ്റെ ഇക്വേഷൻ. E2/R2 മൈനസ് V/R2. നോക്കാം, E2 ഡിവൈഡ് ബൈ R2 മൈനസ് V ഡിവൈഡ് ബൈ R2. ഇതാണ് ആ സർക്യൂട്ടിൽ കൂടി പോകുന്ന ടോട്ടൽ കറണ്ടിനുള്ള ഇക്വേഷൻ. അങ്ങനെ നമ്മൾ I1നും I2നുമുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു. ആ I1ൻ്റെയും I2വിൻ്റെയും വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ടും ചെയ്തു. അങ്ങനെ നമ്മൾ കണ്ടെത്തിയ ഇക്വേഷനാണ് I is equal to E1/R1 മൈനസ് V/R1 പ്ലസ് E2/R2 മൈനസ് V ഡിവൈഡ് ബൈ R2. ഇനി നമ്മൾ E1/R1ഉം E2/R2ഉം ഒരുമിച്ച് എഴുതുകയാണ്. ഈ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഒരു മാറ്റവും അവിടെ സംഭവിക്കില്ല. ഈ ബ്രാക്കറ്റ് അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കിട്ടുക, E1/R1 മൈനസ് V/R1 പ്ലസ് E2/R2 മൈനസ് V ഡിവൈഡ് ബൈ R2. ഇതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് E1/R1 E2/R2 എന്ന് പറയുന്ന രണ്ട് ടേമുകളും അടുപ്പിച്ചെഴുതുന്നു. അതിനുശേഷം ഇവിടെ ഒരു മൈനസ് V/R1 ഉണ്ട്, ഇവിടെ മൈനസ് V ഡിവൈഡ് ബൈ R2 ഉണ്ട്. അതിൽ മൈനസ് V നമ്മൾ കോമൺ ആയി എടുത്ത് ബാക്കിയുള്ള ടേമുകളെ ഒരുമിച്ച് എഴുതുന്നു. എങ്ങനെയെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? I ഈക്വൽ ടു E1/R1 പ്ലസ് E2 ഡിവൈഡ് ബൈ R2 ഒരുമിച്ച് എഴുതി മൈനസ് V പുറത്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ടേമുകൾ 1/R1 പ്ലസ് 1/R2 ഞാൻ എഴുതി. ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്. നോക്കാം, ഈ മൈനസ് V ഇൻറ്റു 1/R1 പ്ലസ് 1/R2 എന്ന് പറയുന്ന ടേമിനെ ഞാൻ ലെഫ്റ്റിലേക്ക് എടുക്കുകയും I എന്ന് പറയുന്ന ടേമിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ മാറും, V ഇൻറ്റു 1/R1 പ്ലസ് 1/R2 ഈക്വൽ ടു I റൈറ്റ് സൈഡിലേക്കാണ് പോയത്, ഇവിടെ ഓൾറെഡി ഒരു ടേമും കിടക്കുന്നത്, E1/R1 പ്ലസ് E2/R2 മൈനസ് I. ഇനി ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ടേമുകളെ ഞാനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. V ഇൻറ്റു 1/R1 പ്ലസ് 1/R2 എങ്ങനെ മാറും? 1 ഇൻറ്റു R2, R2 പ്ലസ് 1 ഇൻറ്റു R1, R2 പ്ലസ് R1. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ R1 പ്ലസ് R2 എന്ന് എഴുതാം. ഡിവൈഡ് ബൈ R1 ഇൻറ്റു R2, R1 R2 ഈക്വൽ ടു E1 ഇൻറ്റു R2, E1 R2 പ്ലസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക E2 ഇൻറ്റു R1, E2 R1 ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക R1 R2 മൈനസ് I. അതായത് മുകളിലുള്ള ഇക്വേഷൻ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ക്രോസ് മൾട്ടിപ്ലിക്കേഷന് ശേഷം. അതിനുശേഷം ഞാൻ ചെയ്യുന്നു, ഇവിടെയുള്ള R2 പ്ലസ് R1 ഡിവൈഡഡ് ബൈ R1 R2 എന്ന് പറയുന്ന ആ ഒരു ടേമിനെ മൊത്തമായി ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഈ ഡിനോമിനേറ്റർ R1 R2 എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആയിട്ട് വരും, R1 പ്ലസ് R2 അല്ലെങ്കിൽ R2 പ്ലസ് R1 എന്തായിട്ട് വരും? ഡിനോമിനേറ്റർ ആയിട്ടും വരും. രണ്ട് ടേമുകളുണ്ട്, രണ്ട് ടേമുകൾക്കും ഇത് ബാധകമാണ്. V ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1 ബൈ R1 R2 ഓൾറെഡി അവിടെ തന്നെയുണ്ട്. ലെഫ്റ്റിൽ നിന്ന് പോയ R1 R2 അവിടെ ന്യൂമറേറ്റർ ആയും ലെഫ്റ്റിൽ നിന്ന് പോയ R1 പ്ലസ് R2 അവിടെ ഡിനോമിനേറ്റർ ആയിട്ടും വരും. ആദ്യത്തെ ടേമിന് വരും, രണ്ടാമത്തെ ടേമിനും വരും. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? E1 R2 പ്ലസ് E2 R1 ബൈ R1 R2 ഇൻറ്റു R1 R2 ബൈ R1 പ്ലസ് R2 മൈനസ് I ഇൻറ്റു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. നിങ്ങൾക്ക് ഇവിടെ രണ്ട് R1 R2 കാണാൻ സാധിക്കും. ആദ്യത്തെ ടേമിൽ തന്നെ രണ്ട് R1 R2 കാണാൻ സാധിക്കും. ഒരെണ്ണം ന്യൂമറേറ്ററിലും ഒരെണ്ണം ഡിനോമിനേറ്ററിലുമാണ്. നമുക്കതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി വരുന്ന ടേമുകളെ ഞാൻ ഒരുമിച്ച് എഴുതി. V ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1. അവിടെയുള്ള R1 R2 ക്യാൻസൽ ചെയ്തു പോയി, താഴെയുള്ള R1 R2 ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി വരിക R1 പ്ലസ് R2 മൈനസ് I ഇൻറ്റു, ഇവിടെ ക്യാൻസൽ ചെയ്തൊന്നും പോവുകയില്ല, I ഇൻറ്റു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഈ ഇക്വേഷൻ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. V ഈക്വൽ ടു E മൈനസ് IR എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ്റെ ഫോമിലാണ് ഈ ഇക്വേഷൻ കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ V ഈസ് ഈക്വൽ ടു E ഇക്വലൻറ്റ് മൈനസ് I ഇൻറ്റു R ഇക്വലൻ്റ് എന്ന് എഴുതാം. പക്ഷേ ഇവിടെ E ഇക്വലൻറ്റിന് ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ഫോമാണ് കിട്ടിയിരിക്കുന്നത്. R ഇക്വലൻറ്റിന് R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. E ഇക്വലൻറ്റ് മൈനസ് I ഇൻറ്റു R ഇക്വലൻറ്റ്. നേരെ മുകളിൽ എഴുതിയ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ്റെ ഫോർമാറ്റിലായതുകൊണ്ട് ഞാനതിനെ ഒന്ന് മാറ്റി എഴുതി. V ഈക്വൽ ടു E ഇക്വലൻറ്റ് മൈനസ് I ഇൻറ്റു R ഇക്വലൻറ്റ്. E ഇക്വലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം ടൈമാണ് E ഇക്വലൻറ്റ്. I ഇൻറ്റു R ഇക്വലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ടൈമാണ്. അങ്ങനെയെങ്കിൽ എന്തെഴുതാം? E ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെയുള്ള ഈ മൊത്തം ടൈമാണ് E ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2
ആൻഡ് ആർ ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതായത് സീരീസ് കോമ്പിനേഷൻ്റെ പോലെ അത്രയും എളുപ്പമല്ല പാരലൽ കോമ്പിനേഷൻ, ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇ ഇക്വലൻറ്റിനും ആർ ഇക്വലൻറ്റിനും കിട്ടുന്നത്. സീരീസ് കോമ്പിനേഷൻ വളരെ എളുപ്പമായിരുന്നു. ഇ ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു R1, ഇ ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2 പ്ലസ് E3 അപ് ടു En. ആർ ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 അപ് ടു Rn ആയിരുന്നു. ഇവിടെ ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ ഇക്വലൻ്റ് പകരം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെയും കൂടി ടേംസിലാണ്. E1 R2 പ്ലസ് E2 R1 ഡിവൈഡഡ് ബൈ R1 R2. ആ ഒരു ഇക്വലൻ്റ് കിട്ടിയിരിക്കുന്നത് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നാണ്. റൂൾസ് ഫോർ പാരലൽ കോമ്പിനേഷൻ. ഒരുപാട് സെല്ലുകൾ നമ്മൾ പാരലലായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും ഇക്വലൻ്റ് EMF, എത്രയായിരിക്കും ഇക്വലൻ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്? നമ്മൾ രണ്ട് സെല്ലുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വലൻ്റ് EMFനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, ഇക്വലൻ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇതായിരുന്നു ആ രണ്ട് ഇക്വേഷൻ. ഇ ഇക്വലൻ്റ് ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1 ഹോൾ ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഞാൻ ആ ഇക്വേഷനെ 1 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർ ഇക്വലൻ്റിനുള്ള ഇക്വേഷൻ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആയിരുന്നു. അതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ 1നെ ഈ രൂപത്തിൽ എഴുതാം. അതായത് ഇ ഇക്വലൻ്റ് ഈക്വൽ ടു ആർ ഇക്വലൻ്റ് ഇൻറ്റു E1 ബൈ R1 പ്ലസ് E2 ഡിവൈഡഡ് ബൈ R2. ഇതിന് നിങ്ങൾ ആർ ഇക്വലൻറ്റിന് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അങ്ങനെ മാറും. ഇ ഇക്വലൻ്റ് ഈക്വൽ ടു R1 R2 ബൈ R1 പ്ലസ് R2 ഇൻറ്റു E1 ബൈ R1 പ്ലസ് E2 ഡിവൈഡ് ബൈ R2. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പഴയ ഇക്വേഷൻ തന്നെ കിട്ടും. ഇക്വേഷൻ 1 തന്നെ കിട്ടും. ഇ ഇക്വലൻ്റ് ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ 1നെ ഈ രൂപത്തിലും എഴുതാം. ആർ ഇക്വലൻ്റ് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയെങ്കിൽ ഇ ഇക്വലൻ്റ് ബൈ ആർ ഇക്വലൻ്റ് ഈക്വൽ ടു E1 ബൈ R1 പ്ലസ് E2 ഡിവൈഡ് ബൈ R2. രണ്ട് സെല്ലുകളെ ഉള്ളുവെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇ ഇക്വലൻ്റ് ബൈ ആർ ഇക്വലൻ്റ് ഈക്വൽ ടു E1 ബൈ R1 പ്ലസ് E2 ബൈ R2. ഇനി n സെല്ലുകൾ ഉണ്ടെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? n സെല്ലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇ ഇക്വലൻ്റ് ബൈ ആർ ഇക്വലൻ്റ് ഈക്വൽ ടു E1 ബൈ R1 പ്ലസ് E2 ബൈ R2 പ്ലസ് E3 ബൈ R3 അപ് ടു En ഡിവൈഡഡ് ബൈ Rn എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഈ സെക്കൻഡ് ഇക്വേഷൻ നോക്കൂ. ഈ ആർ ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഈ സെക്കൻഡ് ഇക്വേഷനെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ബൈ ആർ ഇക്വലൻ്റ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 എന്ന് എഴുതാം. ഒന്ന് സോൾവ് ചെയ്താൽ മതി. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഇക്വേഷൻ 2 കിട്ടും. ഇക്വേഷൻ 2 ഇതാണ്. ആർ ഇക്വലൻ്റ് ഈക്വൽ ടു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇക്വേഷൻ 2നെ വേണമെങ്കിൽ നമുക്ക് 1 ബൈ ആർ ഇക്വലൻ്റ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 എന്ന് എഴുതാനായി സാധിക്കും. രണ്ട് സെല്ലുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ. n സെല്ലുകൾ ഉണ്ടെങ്കിലോ നമുക്ക് 1 ബൈ ആർ ഇക്വലൻ്റ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3 അപ് ടു 1 ഡിവൈഡഡ് ബൈ Rn എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഒരുപക്ഷെ പരിചിതമാണ്. കുറച്ച് റെസിസ്റ്ററുകൾ നമ്മൾ പാരലലായി കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ആ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? 1 ബൈ RP ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3 അപ് ടു 1 ബൈ Rn. അതേപോലെ തന്നെയാണ് സെല്ലുകളുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്ത് വരും? 1 ബൈ ആർ ഇക്വലൻ്റ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3 അപ് ടു 1 ഡിവൈഡഡ് ബൈ Rn. ചുരുക്കി പറയാം, പാരലലായിട്ടാണ് നമ്മൾ സെല്ലുകളെ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇ ഇക്വലൻ്റ് ബൈ ആർ ഇക്വലൻ്റ് ഈക്വൽ ടു E1 ബൈ R1 പ്ലസ് E2 ബൈ R2 പ്ലസ് E3 ബൈ R3 അപ് ടു En ബൈ Rn. ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ ആർ ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3 അപ് ടു 1 ഡിവൈഡഡ് ബൈ Rn. ഇതാണ് റൂൾസ് ഫോർ പാരലൽ കോമ്പിനേഷൻ.